ഇന്നത്തേത് ഗോവ ഡേ 2 വിശേഷങ്ങളാണ്. അപ്പൊ രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി നേരെ പോകുന്നത് ഓൾഡ് ഗോവ ചർച്ച് കാണാനാണ്. ശരിക്കും ഈ ചർച്ചിന്റെ പേര് ബസിലിക്ക ഓഫ് ബോം ജീസസ് എന്നാണ്. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ പണിതതാണ് ഈ പള്ളി. ഇവിടെ വിശുദ്ധ ഫ്രാൻസിസ് സേവറിന്റെ ഭൗതിക അവശിഷ്ടങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ട്. ദേ ഇവിടെ ഈ ചേർന്ന് കാണുന്നത് സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി പള്ളിയാണ്. അവിടെ ഒരു മ്യൂസിയം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതും കയറി കണ്ടു. അവിടെ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ലായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. ഞങ്ങളിപ്പോ പോകുന്നത് ഗോവയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ കാണാനാണ്. അവിടെ ഷോർട്ട് ഡ്രസ്സും സ്ലീവ്ലെസ് ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ മൂടി പൊതച്ച് നിൽക്കുന്നത്. ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് പ്രിയോൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തതിനു ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ഫോണ്ടൈനാസ് കോട്ടേഴ്സ് കാണാനാണ്. എന്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് അല്ലേ? എന്താണെങ്കിലും സ്ഥലം അടിപൊളിയാണ്. ഫുള്ളും കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്സ് ആയിരുന്നു കേട്ടോ. നല്ല ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അടിപൊളി പ്ലേസ് ആണ്. പക്ഷെ ചില സ്ഥലങ്ങളിലൊന്നും ഫോട്ടോസ് അലൗഡ് അല്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ ഏകദേശം വൈകുന്നേരം 5 മണിയായിട്ടുണ്ടായിരുന്നേ. സൂര്യനൊക്കെ അസ്തമിക്കാറായപ്പോഴത്തേക്കും മേഘങ്ങളൊക്കെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയേ. പിന്നെ ഞങ്ങൾ പോയത് ഡോണാപോള വ്യൂ പോയിന്റ് കാണാനാണേ. അങ്ങനെ അതും കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നന്നായിട്ട് ഇരുട്ടിയായിരുന്നേ. പിന്നെ ഞങ്ങൾ നേരെ പോകുന്നത് ബാഗ ബീച്ചിലേക്കാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നൈറ്റ് ആകുമ്പോഴേക്കും ബീച്ചൊക്കെ ഫുൾ ഓൺ ആകുവേ. ഫുള്ളും പബ്ബും കാര്യങ്ങളും പാർട്ടിയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ അവിടെ കുറച്ചു നേരം കറങ്ങി നടന്നതിന് ശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുന്നേ. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളേ. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പൊ ഇതിന്റെ തുടർന്നുള്ള വിശേഷങ്ങൾ അടുത്ത പാർട്ടിൽ കാണാം. ബൈ ഗൈസ്.